ബുർഖ ധരിച്ച സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഈ വൈറൽ ഫോട്ടോയ്ക്ക് പിന്നിലെ യഥാർത്ഥ സംഭവം എന്താണ്? ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിനുള്ള ഡെമോക്രാറ്റിക് പ്രൈമറി മത്സരത്തിൽ ഇന്ത്യൻ വംശജനായ സെഹ്റാൻ മംദാനി വിജയിച്ചു. 33-കാരനായ മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ന്യൂയോർക്കിലെ ആദ്യത്തെ മുസ്ലിം മേയറായിരിക്കും അദ്ദേഹം. ന്യൂയോർക്ക് സിറ്റി മേയർ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനായ സ്ഥാനാർത്ഥി സെഹ്റാൻ മംദാനിക്കെതിരെ ഡൊണാൾഡ് ട്രംപ് അനുകൂലികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരണം ആരംഭിച്ചു. ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ വിജയിച്ചതിന് ശേഷം ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ, അതായത് മാഗ പ്രസ്ഥാനത്തിന്റെ പിന്തുണക്കാർ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ബുർഖ ധരിച്ച ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഈ ബുർഖ ഫോട്ടോ എന്താണ്? മംദാനിയുടെ വിജയത്തിന് തൊട്ടു പിന്നാലെ ട്രംപിന്റെ മാഗ അനുയായികൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ എഡിറ്റ് ചെയ്ത ചിത്രങ്ങൾ പങ്കിടാൻ തുടങ്ങി. നഗരത്തിലെ ആദ്യത്തെ മുസ്ലിം ഇന്ത്യൻ വംശജനായ മേയറാകാൻ സാധ്യതയുള്ള സെഹ്റാൻ മംദാനിയുടെ മതപശ്ചാത്തലത്തിലേക്കുള്ള ഒരു കുഴിയാണ് ഈ ചിത്രങ്ങൾ. അമേരിക്കയിലെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാരിയായ മാർജോറി ടെയ്ലർ ഗ്രീനും ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു. മംദാനി എന്തിനാണ് ആക്രമിക്കപ്പെടുന്നത്? ട്രംപിന്റെ മാഗ ക്യാമ്പയിന്റെ മറ്റൊരു സപ്പോർട്ടറായ ഡോൺ ഗീത്ത് ഈ ഫോട്ടോ പങ്കിട്ട് അഭിനന്ദനങ്ങൾ ന്യൂയോർക്ക് എന്ന് എഴുതി. ഇതോടൊപ്പം കുർത്തയും പൈജാമയും ധരിച്ച മംദാനിയുടെ ഒരു ചിത്രവും പങ്കിടുന്നുണ്ട്. 2001 ഇസ്ലാമിക ഭീകരത സംഘടനയായ അൽ ഖ്വയ്ദ US-നെതിരെ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് കാണപ്പെടുന്നു. സെഹ്റാൻ മംദാനി ആരാണ്? പ്രൈമറിയിൽ വിജയിച്ചതിന് ശേഷം മംദാനി പല പേരുകളിൽ അഭിസംബോധന ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഹമാസ് തീവ്രവാദി പിന്തുണക്കാരനെന്നും ജിഹാദി ഭീകരനെന്നും ഒക്കെ വിളിക്കുന്നു. അതുമാത്രമല്ല, ആളുകൾ അദ്ദേഹത്തെ നാട് കടത്തണമെന്ന് ആവശ്യപ്പെടുകയും വരും ദിവസങ്ങളിൽ മറ്റൊരു 9/11 ഭീകരാക്രമണം പ്രവചിക്കുകയും ചെയ്യുന്നു. ന്യൂയോർക്ക് സിറ്റി കൗൺസിൽ വനിത വിക്കി പലാഡിനോ ഒരു റേഡിയോ ഷോയ്ക്കിടെ അദ്ദേഹത്തെ ജിഹാദി തീവ്രവാദി എന്നും കമ്മ്യൂണിസ്റ്റ് എന്നും വിളിക്കുകയും US പൗരത്വം ഉണ്ടായിട്ടും മംദാനിയെ രാജ്യത്തിന് പുറത്തേക്ക് നാട് കടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ട്രംപ് ഭരണകൂടത്തിലെ പല മുതിർന്ന അംഗങ്ങളും ഇദ്ദേഹത്തിനെതിരെ വംശീയ പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ആരാണ് ഈ മംദാനി? സെഹ്റാൻ ക്വാമെ മംദാനി. ജനനം 1998 ഒക്ടോബർ 18. അദ്ദേഹം ഒരു അമേരിക്കൻ രാഷ്ട്രീയക്കാരനാണ്. 2021 മുതൽ ക്യൂൻസിൽ ആസ്ഥാനമായുള്ള 36ാമത്തെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിൽ അംഗമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്കയുടെയും അംഗമായ അദ്ദേഹം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്ക് ഡെമോക്രാറ്റിക് നോമിനിയാണ്. മഹ്മൂദ് മംദാനിയുടെയും ചലച്ചിത്ര നിർമ്മാതാവ് മീര നായരുടെയും മകനായ മംദാനി ഉഗാണ്ടയിലാണ് ജനിച്ചത്. കുറച്ചുകാലം ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചു. 7 വയസ്സുള്ളപ്പോൾ അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറി. ന്യൂയോർക്ക് സിറ്റിയിൽ സ്ഥിരതാമസമാക്കി. ബ്രോൺസ് ഹൈസ്കൂൾ ഓഫ് സയൻസിൽ നിന്ന് ബിരുദം നേടിയ ശേഷം മംദാനി ബൗഡോയിൻ കോളേജിൽ നിന്ന് ആഫ്രിക്കാന പഠനത്തിൽ ബിരുദം നേടി. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഹൗസിംഗ് കൗൺസിലറായും ഹിപ്ഹോപ്പ് സംഗീതജ്ഞനായും ജോലി ചെയ്തു. അരവെല്ല ഇമോട്ടാസിനെ പരാജയപ്പെടുത്തതിന് ശേഷം 2020 അദ്ദേഹം ആദ്യമായി ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം എതിർപ്പില്ലാതെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2025 മേയർ തെരഞ്ഞെടുപ്പിൽ ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്ക് മംദാനി തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. സൗജന്യ സിറ്റി ബസ്സുകൾ, പൊതു ശിശു സംരക്ഷണം, നഗരത്തിന്റെ ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടകൾ, താങ്ങാനാകുന്ന സാമൂഹിക ഭവന യൂണിറ്റുകൾ നിർമ്മിക്കൽ എന്നിവയ്ക്കുള്ള പിന്തുണ അദ്ദേഹത്തിന്റെ പ്രചാരണത്തിൽ ഉൾപ്പെടുന്നു. അദ്ദേഹം ഇസ്രായേൽ സർക്കാരിന്റെ കടുത്ത വിമർശകനാണ്. അതോടൊപ്പം നരേന്ദ്രമോദിയും വിമർശിക്കുന്നതിൽ അദ്ദേഹം പിന്നോക്കം പോയിട്ടില്ല. 1991 ഒക്ടോബർ 18 ഉഗാണ്ടയിലെ കമ്പാലയിലാണ് സെഹ്റാൻ ക്വാമെ മംദാനി ജനിച്ചത്. ഉഗാണ്ടയിലെ ഒരു ഇന്ത്യൻ പ്രവാസിയും കൊളംബിയ സർവകലാശാലയിലെ പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡി പ്രൊഫസറുമായ മഹ്മൂദ് മംദാനിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹം ഒരു ഗുജറാത്തി ഷിയ മുസ്ലിം വംശജനാണ്. മീര നായരാണ് അദ്ദേഹത്തിൻ്റെ അമ്മ. ഹിന്ദു പഞ്ചാബി വംശജയായ ഒരു ഇന്ത്യൻ അമേരിക്കൻ ചലച്ചിത്ര നിർമ്മാതാവും പത്മഭൂഷൺ അവാർഡ് ജേതാവുമാണ്. ഘാനയുടെ ആദ്യ പ്രസിഡന്റായ ക്വാമ എൻക്രൂമയുടെ ബഹുമാനാർത്ഥം പിതാവ് അദ്ദേഹത്തിന് ക്വാമ എന്ന മധ്യനാമം നൽകി. അദ്ദേഹത്തിന് 5 വയസ്സുള്ളപ്പോൾ മംദാനിയും കുടുംബവും ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിലേക്ക് താമസം മാറി. പിതാവ് കേപ്പ് ടൗണിലെ സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ അദ്ദേഹം സെന്റ് ജോർജ് ഗ്രാമർ സ്കൂളിൽ പഠിച്ചു.
മംദാനി 7 വയസ്സുള്ളപ്പോൾ കുടുംബം ന്യൂയോർക്ക് സിറ്റിയിലേക്ക് താമസം മാറി. മാൻഹാട്ടന്റെ അപ്പർ വെസ്റ്റ് സൈഡിൽ താമസിച്ചു. ബാങ്ക് സ്ട്രീറ്റ്, സ്കൂൾ ഫോർ ചിൽഡ്രൻ, ബ്രോങ്സ് ഹൈസ്കൂൾ ഓഫ് സയൻസ് എന്നിവിടങ്ങളിൽ നിന്നാണ് അദ്ദേഹം ബിരുദം നേടിയത്. മംദാനി മെയിനിലെ ബോർഡോയിൻ കോളേജിൽ ചേർന്നു. അവിടെ അദ്ദേഹം സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ പാലസ്തീൻ എന്ന സ്കൂളിന്റെ ചാപ്റ്ററിന്റെ സ്ഥാപകനായിരുന്നു. 2014 ആഫ്രിക്കാന സ്റ്റഡീസിൽ ബിരുദം നേടി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് മംദാനി ഒരു ഫോർക്ലോഷർ പ്രിവെൻഷൻ ആൻഡ് ഹൗസിംഗ് കൗൺസിലറായി ജോലി ചെയ്തു. ക്യൂൻസിലെ താഴ്ന്ന വരുമാനക്കാരായ വെള്ളക്കാരല്ലാത്ത വീട്ടുടമസ്ഥരെ വീടുകളിൽ നിന്ന് കുടിയൊഴിപ്പിക്കാനുള്ള നോട്ടീസുകൾക്കെതിരെയും അവരെ വീടുകളിൽ തന്നെ തുടരാനുള്ള ശ്രമങ്ങളും നടത്തി. ഭവന വില പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഈ അനുഭവം തന്നെ പ്രേരിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഹിപ്ഹോപ്പിന്റെ ആരാധകനാണ് മംദാനി. റാപ്പ് സംഗീതം രചിക്കുകയും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. 2015 സിറ്റി കൗൺസിലിന്റെ 23ാമത് ഡിസ്ട്രിക്റ്റിലേക്കുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പിൽ അലി നജ്മിയുടെ പ്രചരണത്തിനായി ഒരു വോളണ്ടിയർ ആയിട്ടാണ് മംദാനി ന്യൂയോർക്ക് സിറ്റി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. 2017 മംദാനി ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്കയിൽ ചേരുകയും ബ്രൂക്ലിനിലെ റിഡ്ജിൽ നിന്നുള്ള പാലസ്തീൻ ലൂതറൻ മന്ത്രി ജനാധിപത്യ സോഷ്യലിസ്റ്റുമായ ന്യൂയോർക്ക് സിറ്റി കൗൺസിൽ സ്ഥാനാർത്ഥി ഖാദൽ എൽ യതീമിന്റെ പ്രചരണത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തു. ന്യൂയോർക്ക് സ്റ്റേറ്റ് സെനറ്റിലേക്കുള്ള റോസ് ബാർക്കന്റെ 2018 ബീഡിന്റെ പ്രചാരണ മാനേജറായി മംദാനി സേവനമനുഷ്ഠിച്ചു. കൂടാതെ ക്വീൻസ് കൗണ്ടി ഡിസ്ട്രിക്ട് അറ്റോർണിക്ക് വേണ്ടി ജനാധിപത്യ സോഷ്യലിസ്റ്റ് തിബാനി ക്യാമ്പന്റെ 2019 പ്രചരണത്തിന്റെ ഫീൽഡ് ഓർഗനൈസേഷൻ കൂടിയായിരുന്നു. ബെർണി സാൻഡേഴ്സിന്റെ 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷമാണ് മംദാനി ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റായി സ്വയം തിരിച്ചറിയാൻ തുടങ്ങിയത്. അദ്ദേഹം ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്കയിലെ അംഗമാണ്. 2018 മംദാനി ഒരു അമേരിക്കൻ പൗരനായി അംഗീകരിക്കപ്പെട്ടു. അദ്ദേഹം ഒരു ഷിയ മുസ്ലിമാണ്. 12 ബ്രാഞ്ചിൽ അംഗമാണ്. 2025 തുടക്കത്തിൽ അദ്ദേഹം സിറിയൻ അമേരിക്കൻ കലാകാരിയായ രാമ ദ്വാജിയെ വിവാഹം കഴിച്ചു. 2025 മുതൽ ഇരുവരും അസ്റ്റോറിയയിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. മംദാനി ഇംഗ്ലീഷ് ഫുട്ബോൾ ടീമായ ആഴ്സണലിന്റെ സപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ ന്യൂയോർക്ക് മെറ്റ്സ് ബേസ്ബോൾ ടീമിന്റെയും ന്യൂയോർക്ക് ജയൻസ് ഫുട്ബോൾ ടീമിന്റെയും ആരാധകനുമാണ്. ഇംഗ്ലീഷിന് പുറമെ മംദാനി തൻ്റെ മേയർ ക്യാമ്പയിനിടെ മറ്റ് ഭാഷകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഹിന്ദി, ഉറുദു, ബംഗാളി, സ്പാനിഷ് ഭാഷകളിൽ വ്യത്യസ്ത അളവിലുള്ള പ്രാവീണ്യവും അദ്ദേഹത്തിനുണ്ട്.